കഴിഞ്ഞ ദിവസം മൈലേജ് ടെസ്റ്റ് ചെയ്ത മാരുതി 800 ആണ് ഇത്. 1 ലിറ്ററിൽ 14 കിലോമീറ്റർ ആണ് ഈ മാരുതി 800 ഓടുന്നത്. വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ 14 കിട്ടിയാൽ പോരാ എന്നാണ് ഒത്തിരി പേര് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ പ്ലഗ് 3 എണ്ണവും മാറ്റിയായിരുന്നു. പ്ലഗ് മാറ്റി കഴിഞ്ഞാൽ മൈലേജ് കൂടും. അതിനു മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഇതുപോലെ മൈലേജ് കുറഞ്ഞ ഒരു പാഷൻ പ്രോ ബൈക്ക് നമ്മുടെ അടുത്ത് വന്നായിരുന്നു. പ്ലഗ് അഴിച്ചു നോക്കിയപ്പോൾ നല്ല കരി ഉണ്ടായിരുന്നു. നമ്മൾ പ്ലഗ് പുതിയത് ഇട്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പ്ലഗ് മാറ്റിയതിനു ശേഷം മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ മൈലേജ് കുറയുവാണ് ചെയ്തത്. വീണ്ടും നമ്മൾ ആ മാറിയ പ്ലഗ് അഴിച്ചു നോക്കിയപ്പോൾ ആ പ്ലഗിൽ വീണ്ടും നല്ലതുപോലെ കരി പിടിച്ചു. പുതിയ പ്ലഗ് ഇട്ടതാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാത്തതിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വാഹനത്തിന്റെ മൈലേജ് 36 നിന്ന് 64 നമ്മൾ എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധ്യത ഈ ഒരു വാഹനത്തിന് വരത്തില്ലേ? ഈ വാഹനം കാർബറേറ്റർ വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയതിനു ശേഷം മൈലേജ് ടെസ്റ്റ് വീണ്ടും ചെയ്യാതെ ഒരു 5-6 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കി പ്ലഗിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? അതായത് പ്ലഗ് വീണ്ടും കരി പിടിക്കുവാണെങ്കിൽ കാർബറേറ്ററിന് ക്ലീൻ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ലേ? ഇനി ഒരു പക്ഷേ പ്ലഗ് അഴിച്ചു നോക്കുമ്പോൾ കരി ഇല്ലെങ്കിൽ നമുക്ക് മൈലേജ് നോക്കാം. ഓക്കെ, നമ്മൾ 5-6 കിലോമീറ്റർ ഓടിക്കുന്നതിന് മുമ്പായിട്ട് പുതിയ പ്ലഗിന്റെ കണ്ടീഷൻ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അതിനു മുമ്പ് പ്ലഗ് മാറിക്കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒറ്റയടിക്ക് വാഹനം സ്റ്റാർട്ട് ആവും. പ്ലഗ് മാറുന്നതിന് മുമ്പുള്ള സ്റ്റാർട്ടർ കറങ്ങുന്ന സമയം കുറഞ്ഞു. എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ട് ആവും പ്ലഗ് മാറിക്കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, എന്നാൽ നമുക്ക് വാഹനം ഒരു 5-6 കിലോമീറ്റർ ഓടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ 5-6 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടിയുടെ പ്ലഗ് അഴിച്ചു നോക്കുമ്പോൾ നല്ല രീതിയിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആക്കാം. പ്ലഗ് മാറ്റിയാലും മൈലേജ് കൂടില്ല എന്ന് ഉറപ്പാക്കാം. അപ്പോൾ ഇങ്ങനൊരു സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്ലഗ് മാറ്റിയ ശേഷം മൈലേജ് ടെസ്റ്റ് ചെയ്യാഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിന്റെ പ്ലഗ് അഴിച്ച് നോക്കാം. നല്ല വെയിലായതുകൊണ്ട് നമുക്ക് വാഹനം പോർച്ചിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം പ്ലഗ് അഴിക്കാം. ആദ്യമേ നമുക്ക് ഒരു പ്ലഗ് അഴിച്ച് ചെക്ക് ചെയ്യാം. എല്ലാം കൂടെ അഴിക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഒരു പ്ലഗിന്റെ കോഡ് വെയർ മാറ്റിയിട്ടുണ്ട്. അടിപൊളി, പുതിയ പ്ലഗ് ഇട്ടതാണെന്ന് നോക്കണേ. 5-6 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ലതുപോലെ ആ പ്ലഗിൽ കരി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം കാർബറേറ്ററിനുള്ളിൽ പെട്രോളും എയറും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മിക്സറായിട്ട് ആ ഒരു കറക്റ്റ് റേഷ്യോയിൽ വരാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ പ്ലഗ് പെട്ടെന്ന് കരി പിടിക്കുന്നത്. പ്ലഗ് കാലമെടുത്ത് കരി പിടിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പെട്ടെന്ന് ഒരു 5-6 കിലോമീറ്റർ ഓടിച്ചപ്പോഴേക്കും ഇത്രയും കരി പിടിക്കുവാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് കാർബറേറ്ററിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. നമുക്കെന്നാൽ ഒരു പ്ലഗ് കൂടെ ഇങ്ങനെ അഴിച്ചെടുത്ത് നോക്കാം. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞാലോ? ആ പ്ലഗിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. നല്ല രീതിയിൽ കരി പിടിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പുതിയ പ്ലഗ് നമ്മൾ ഇട്ടതാണെന്ന് ഓർമ്മ വേണം. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാർബറേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാർബറേറ്ററിൻ്റെ അകത്ത് ആ ഒരു മിക്സിങ് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. ബൈക്കിൻ്റെ പോലെ അത്ര ചെറിയ കാർബറേറ്റർ അല്ല, ഇച്ചിരി വലിയ കാർബറേറ്ററാണ് മാരുതി 800 വരുന്നത്.